അയാൾ ലഹരിമരുന്ന് സൂക്ഷിച്ചിരുന്ന അടിവസ്ത്രം ആണ് ആ കേസിലെ പ്രധാനപ്പെട്ട തൊണ്ടി വസ്തു. ആ കേസ് വിചാരണ നടക്കുന്നതിന് മുമ്പ് കോടതിയിൽ നിന്ന് ആന്റണി രാജു ഏറ്റുവാങ്ങിക്കൊണ്ടുപോയി തിരിമറി നടത്തി. തൊണ്ടി മുതൽ മോഷ്ടിച്ച കേസിൽ മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് തടവ് ശിക്ഷ ലഭിച്ചിരിക്കുന്നു. ഇനി മുതൽ അദ്ദേഹം MLA അല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും തടസ്സങ്ങളുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില ഇടപെടലുകൾ നടത്തിയ മാധ്യമപ്രവർത്തകൻ അനിൽ ഇമ്മാനുവലാണ് നമുക്കൊപ്പം ചേരുന്നത്. കോടതിയുടെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്, നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറയുന്നുണ്ട് നമ്മൾ പൊതുവിൽ. പക്ഷേ ആ നിലയിലല്ല എന്ന് തെളിയിക്കുന്ന സംഭവവികാസങ്ങളാണ് നടന്നത്. ഏറ്റവും ഒടുവിൽ ഏതായാലും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നു. എങ്ങനെയാണ് ഇതിലുണ്ടായ തിരിമറികളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇതിലുണ്ടായ തിരിമറിയെ തുടർന്നാണ് ഈ കേസ് ഉണ്ടാവുന്നത്, അറിയാമല്ലോ. 1990 ഓസ്ട്രേലിയൻ പൗരൻ ലഹരിമരുന്നുമായി തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ പിടിയിലായതിനെ തുടർന്നുണ്ടായ കേസാണ്. ആ കേസിൽ അയാൾ ലഹരിമരുന്ന് സൂക്ഷിച്ചിരുന്ന അടിവസ്ത്രം ആണ് ആ കേസിലെ പ്രധാനപ്പെട്ട തൊണ്ടി വസ്തു. ആ കേസ് വിചാരണ നടക്കുന്നതിന് മുമ്പ് കോടതിയിൽ നിന്ന് ആന്റണി രാജു ഏറ്റുവാങ്ങിക്കൊണ്ടുപോയി തിരിമറി നടത്തി പ്രതി വിട്ടുപോകാൻ സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം അന്നുയർന്നത്. പക്ഷേ ആ കേസിൽ വിചാരണ കോടതി പ്രതിയെ ശിക്ഷിച്ചെങ്കിലും ഹൈക്കോടതിയിൽ വെച്ച് പ്രതി അവിടെ വെച്ച് അവകാശപ്പെട്ടു, ഈ അണ്ടർവെയർ എനിക്ക് ചേരില്ല, ഞാൻ അങ്ങനെ അണ്ടർവെയർ ഇടുന്ന സ്വഭാവക്കാരനല്ല എന്നുകൂടിയാണ് അവിടെ കോടതി പറഞ്ഞത്. അപ്പോൾ കോടതി അങ്ങനെയാണ് ഇടിച്ചു നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹൈക്കോടതി രജിസ്ട്രാറെ കൊണ്ടോ മറ്റോ അത് ഇടിച്ചു നോക്കുമ്പോഴാണ് പ്രതിക്ക് ചേരില്ല എന്ന് മനസ്സിലാവുന്നു. അയാൾ വിട്ടയക്കപ്പെടുന്നു. അയാൾ തൊട്ടടുത്ത ദിവസം തന്നെ രാജ്യം വിടുന്നു. അതിനുശേഷം അതിലെ ഈ ഹൈക്കോടതി വിധിയിൽ അതിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ KK ജയമോഹനെതിരെയൊക്കെ വളരെ രൂക്ഷമായ പരാമർശങ്ങളുണ്ടായി. KK ജയമോഹൻ വളരെ ക്രെഡിബിലിറ്റി ഉള്ളൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് താങ്ങാനാകാതെയാണ് അദ്ദേഹം ഹൈക്കോടതി വിജിലൻസിന് പരാതി നൽകുന്നത്, എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ട്. അതിനെ തുടർന്ന് ഹൈക്കോടതി വിജിലൻസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് 1994 ഇത് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. പിന്നീട് പക്ഷേ അതാണ് ഈ അല്ലെങ്കിൽ തൊണ്ടി മുതൽ തിരിമറിയുടെ പേരിൽ എടുത്ത കേസിലെ ആദ്യത്തെ തിരിമറിയാണ് പിന്നീട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതിലെ പ്രതികൾ ആരൊക്കെയാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പോലീസ് റിപ്പോർട്ട് കൊടുത്ത് കേസ് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. വർഷങ്ങളോളം അന്വേഷിച്ച ശേഷം കേസ് അവസാനിപ്പിക്കുന്നു. പിന്നീട് 2005 TP സെൻകുമാർ പിന്നീട് DGP ആയി വിരമിച്ച് TP സെൻകുമാർ സൗത്ത് സോൺ IG ആയി വരുമ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ തുടരന്വേഷണത്തിന് നടപടിയെടുത്തത്. ആ തുടരന്വേഷണത്തിലാണ് 2006 ഈ 2 പേരാണ് പ്രതികളെന്ന് തിരിച്ചറിഞ്ഞ് അവരെ പ്രതി ചേർത്ത് കുറ്റപത്രം കൊടുക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലീസിൻ്റെ തിരിമറി തെളിവില്ല, പ്രതികളാരെന്ന് കണ്ടെത്താനാവുന്നില്ല എന്ന് പറഞ്ഞ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അത് പോലീസ് മൂടിവെച്ചു. അതായത് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയ ആൻഡ്രൂ സാൽവദോർ സൽവേലി എന്ന് പറഞ്ഞ ഈ ഓസ്ട്രേലിയൻ പൗരൻ ഓസ്ട്രേലിയയിൽ തിരിച്ചെത്തിച്ച് അവിടെ ഒരു കൊലക്കേസിൽ പ്രതിയായി ജയിലിൽ കഴിയുമ്പോൾ അവിടുത്തെ സഹതടവുകാരനോട് പറയുന്നു, ഞാൻ ഇതിലും വലിയ കേസിൽ കേരളത്തിൽ അകപ്പെട്ടതാണ്, പക്ഷേ അവിടെ ക്ലർക്കിന് കാശ് കൊടുത്ത് ക്ലർക്ക് ഓഫ് കോർട്ട്സ് അയാളെ ബ്രൈബ് ചെയ്തു എന്നാണ് പറയുന്നത്, അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. ആ മൊഴി അവിടുന്ന് അവർ രേഖപ്പെടുത്തി ഇന്റർപോൾ മുഖേന കേരള പോലീസിന് അയച്ച് കേരളത്തിലെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇതിൽ തെളിവില്ല എന്ന് പറഞ്ഞ് പോലീസ് കേസ് അവസാനിപ്പിക്കുന്നത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞത് തുടരന്വേഷണം 2005 തുടരന്വേഷണം നടന്ന് 2006 കുറ്റപത്രം കൊടുത്തു. ഇനി ഇതിന് ശേഷമുള്ളതാണ് മറ്റൊരു ഘട്ടം. കുറ്റപത്രം 2006 കൊടുത്ത ശേഷം 2022 വരെയും ഒരു അനക്കവുമില്ല, 2 കോടതിയിലായിട്ട് ഈ കേസ് ഇരിക്കുകയായിരുന്നു. 2006 മുതൽ 2014 വരെയുള്ള 8 വർഷം തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിലും അതിനുശേഷമുള്ള 8 വർഷം നെടുമങ്ങാട് കോടതിയിലും ഇരിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥ. അതിനെ തിരിമറിയെന്ന് പറയാമോ എന്ന് എനിക്ക് ഉറപ്പില്ല, കാരണം രേഖാമൂലം നമ്മുടെ മുമ്പിൽ അങ്ങനെ പറയാനില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, മറ്റൊരു കേസിൻ്റെ കാര്യത്തിൽ ഉണ്ടാകാത്ത ഒരു അലംഭാവം അല്ലെങ്കിൽ അനാസ്ഥ ജുഡീഷ്യറിയുടെ ഭാഗത്ത് ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് പറയേണ്ടി വരുന്നത് ഈ 16 വർഷവും 2 കോടതികളിലും ഒരൊറ്റ തവണ പോലും ഈ പ്രതികൾ ഹാജരാകാതിരുന്നിട്ടും അവർക്ക് ഒരു വാറന്റ് പോലും അയച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇടയ്ക്ക് പലപ്പോഴും പ്രതികളുടെ വക്കീൽ ഹാജരാകും, അല്ലെങ്കിൽ ഒരു പ്രതി ഹാജരാകും, പക്ഷേ പലപ്പോഴും ഇവരാര് ഹാജരാകാറുണ്ട് ഒരു വാറന്റ് പോലും അയച്ചിട്ടില്ല ഈ 16 വർഷത്തിനിടയിൽ. 8 വർഷം തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിൽ ഇരുന്ന് കഴിയുമ്പോൾ അവിടുന്ന് ഈ പ്രതികളാണ് പറയുന്നത്, ഞാനൊരാൾ ഇവിടെ കോടതിയിൽ പ്രാക്ടീസിങ് ലോയറാണ്, അടുത്തൊരാൾ പറയുന്നത് ഞാനിവിടെ കോടതി സ്റ്റാഫാണ്, അതുകൊണ്ട് ഇവിടെ വിചാരണ നടത്തിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റുന്നത്. സാധാരണ ഇത്തരം കാര്യങ്ങൾ പോലീസാണ് പറയുന്നത്, പക്ഷേ ഇവിടെ പ്രതികൾ ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വിചാരണ വൈകിപ്പിക്കുക എന്നുള്ളതാണ്. 8 വർഷം ഒരു കോടതിയിൽ കേസിരിക്കുമ്പോൾ പിന്നീട് അത് വൈകിപ്പിക്കാൻ കഴിയില്ല, കാരണം ചോദ്യങ്ങൾ വരും, കോടതിക്ക് ഇടപെടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു കോടതിയിലേക്ക് അവർ മാറ്റുന്നു. അവിടെയും സേഫായി 8 വർഷം ഇരുന്നു. അതിനുശേഷം
ശേഷമാണ് 2022 ഇക്കാര്യത്തിൽ എന്താണ് കേസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാനതിന് രേഖകൾക്കായി ശ്രമിക്കുന്നത്. ആദ്യം ആ വിഷയം പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ അനന്തമായി ഇത്രയും ഡിലേ ഉണ്ടായിട്ടും കോടതി അതിനകത്ത് കാര്യമായി ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ജേർണലിസം തുടങ്ങി 25 വർഷം ആകുന്നു. അപ്പോൾ ഈ കാലത്തെല്ലാം നമ്മളീ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കേസിൻ്റെ അവസ്ഥ ഇപ്പോഴും ഇങ്ങനെ വിചാരണ പോലും തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ 1990 മുതൽ 2022 വരെയുള്ള കാലമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വിചാരണ തുടങ്ങിയിട്ടേ ഇല്ല, ഒരു നടപടിയുമില്ല എന്നറിയുമ്പോഴാണ് അതിൻ്റെ രേഖകൾക്കായി ശ്രമിക്കുന്നത്. രേഖകൾ അത് വളരെ ദുർഘടമായ ഒരു പ്രക്രിയയായിരുന്നു. കോടതി പോലും അതിൻ്റെ രേഖ തരാൻ തയ്യാറായിരുന്നില്ല. ആ സമയത്ത് കോടതിയിൽ അപേക്ഷ കൊടുക്കുമ്പോൾ ഞാനൊരു മൂന്നാം കക്ഷിയാണ്, കേസിലെ പ്രതിയുമല്ല വാദിയുമല്ല, മൂന്നാം കക്ഷിക്ക് എങ്ങനെയാണ് തരാൻ കഴിയും, അങ്ങനെ തരാൻ വകുപ്പില്ല എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ നമ്മൾ മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്, കേരള ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസ് 226 എന്ന് പറയുന്ന റൂള് പ്രകാരം നമുക്ക് ആർക്കും ഏത് കേസിൻ്റെയും പ്രൈവസി സംരക്ഷിക്കേണ്ടത് ഒഴികെയുള്ള മറ്റേത് കേസിൻ്റെയും രേഖകൾ നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആ റൂള് പ്രകാരം അപേക്ഷിച്ചിട്ട് തന്നെ എനിക്ക് മറുപടി തരാൻ കഴിയില്ല എന്ന് പറഞ്ഞായിരുന്നു. എങ്കിലത് എഴുതി തരൂ എന്ന് പറഞ്ഞ് എന്തിനാണെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു ഹൈക്കോടതി എനിക്ക് പോകാനാണ് അപ്പം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടിട്ട് പോലും രേഖകൾ തരുന്നില്ല, അതിനൊരു പരാതി സമർപ്പിക്കാൻ അതിൻ്റെ രേഖാവിലൊരു മറുപടി തരുന്നില്ല. ഇങ്ങനെയെല്ലാം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് ഈ ഒരു നടപടിയാണ് ഉണ്ടായത്. അതിനുശേഷം ആ ഘട്ടത്തിലാണ് ഹൈക്കോടതി വിജിലൻസിന് പരാതി കൊടുക്കേണ്ടി വന്നത്. ഹൈക്കോടതി വിജിലൻസിന് പരാതി കൊടുക്കുമ്പോൾ അവിടെ നിന്നുള്ള ഇടപെടൽ ഉണ്ടാകുമ്പോഴാണ് ഈ മജിസ്ട്രേറ്റ് കോടതി, നെടുമങ്ങാട് കോടതിയിൽ നിന്ന് ഈ രേഖകൾ അനുവദിക്കുന്നത്. ഈവൻ തുറന്നു പറയുകയാണെങ്കിൽ അന്നത്തെ മജിസ്ട്രേറ്റ് പോലും എന്തിനാണ് വല്ലവരുടെ കാര്യത്തിൽ എത്തി നോക്കുന്നത് എന്നൊരു ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. അങ്ങനെയല്ല, ഞാൻ ഒരു പൗരനാണ്, ഒരു ജേർണലിസ്റ്റാണ്, ഈ നാട്ടിൽ ഭരിക്കുന്ന മന്ത്രിയാണ് ഇതിലെ പ്രതി, അതുകൊണ്ട് ആ കേസിൻ്റെ വിവരം അറിയാൻ എനിക്ക് അവകാശമുണ്ട് എന്ന് ഒരുതരം ആർഗ്യുമെൻ്റ് തന്നെ അവിടെ പലവട്ടമായിട്ട് ഉന്നയിക്കേണ്ടി വന്നു. അതിനുശേഷമാണ് പിന്നെയും കുറേ നടപടിക്രമങ്ങളൊക്കെ അവർ മുന്നോട്ട് വെച്ചു. അതിനുശേഷമാണ് ഈ രേഖകൾ കിട്ടുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെ ഈ പല ഘട്ടങ്ങളിലായി നടന്ന തിരിമറി അന്വേഷണം, ഇത് പോലീസ് തിരിമറി നടത്തുമെന്ന് സംശയിച്ചാണ് ഹൈക്കോടതി അന്ന് ആ പ്രതിയെ വിട്ടുകളയുന്നത്. അതുകൊണ്ട് പോലീസിൻ്റെ മുഖത്ത് കരിവാരിത്തേക്കുന്ന ഒരു നടപടിയായി, ഒരു കരിനിഴ വീഴ്ത്തുന്ന ഒരു നടപടിയായിട്ട് പോലും അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് അന്വേഷിക്കണമെന്ന് ഒരു തോന്നലില്ലാതെ ആണ് ആ കാലത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് എഴുതി അവസാനിപ്പിച്ച് തള്ളിക്കളയാൻ ശ്രമിച്ചത്. പിന്നീട് കോടതിയിൽ വന്നപ്പോഴോ അവിടെ നിന്നുള്ള ഇടപെടലുകൾ ഇങ്ങനെയായിരുന്നു. ഇതാണ് പല ഘട്ടങ്ങളിലായി പല തലങ്ങളിൽ ഈ കേസ് വൈകിയതിന് കാരണമെന്ന് ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം. അത് അന്ന് ഈ വലിയ തിരിമറി നടത്തുന്ന സമയത്ത് ആന്റണി രാജു ഒരു കേവലം ജൂനിയർ വക്കീൽ മാത്രമായിരുന്നു. പിന്നീട് അയാൾ പടിപടിയായി രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നു, അവസാനം മന്ത്രി വരെ ആകുന്നു, തൊട്ടടുത്ത് MLA ആകുന്നു, പിന്നീട് മന്ത്രിയാകുന്നു. അപ്പോൾ ആ നിലയിലേക്ക് ഇത്തരം ഒരു ഷെയ്ഡി പശ്ചാത്തലമുള്ള ഒരാളെ രാഷ്ട്രീയത്തിലേക്ക് ഇത്തരം വലിയ ഉയരങ്ങളിലേക്ക് എത്തുവാനുള്ള അനുവാദം അത് രാഷ്ട്രീയ നേതാക്കൾ അതിലൊരു ഗൗരവം കാണിക്കേണ്ടതല്ലേ, ഒരു ശ്രദ്ധ കാണിക്കണം. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കേണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും എനിക്ക് ഓർമ്മയുള്ളത് ഈ ഒരു ഈ കേസിനെ കുറിച്ച് ഞാനൊക്കെ ആദ്യം ഞാൻ പറഞ്ഞില്ലേ 90-ലാണ് ഈ കേസ് ഉണ്ടാകുന്നത്. അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ കേസിനെ കുറിച്ച് ആദ്യം അറിയുന്നത് ഈ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ചർച്ചയാവാറുണ്ട്. അപ്പോൾ VS അച്യുതാനന്ദന് ആന്റണി രാജുവിന് ഇത്തവണ സീറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് VS അച്യുതാനന്ദൻ ഉറച്ച നിലപാടെടുത്തപ്പോൾ അത് വലിയൊരു ചർച്ചയിലേക്ക് വന്നത്. പിന്നീടാണ് V സുരേന്ദ്രൻപിള്ള MLA ആവുകയും മന്ത്രിയാവുകയും ചെയ്തത് ഇവരുടെ പാർട്ടിയിൽ നിന്ന്. അപ്പോൾ അങ്ങനെയെല്ലാം ഡിസ്കഷനിൽ വന്നുകൊണ്ടിരുന്ന ഒരു വിഷയമാണിത്. അപ്പോൾ അദ്ദേഹത്തിന് അതിനകത്ത് ആ കാലത്ത് കാര്യമായ വലിയ ഒരു നേതാവൊന്നും ആയിരുന്നില്ലെങ്കിലും പിന്നീട് വലിയ നേതാവായി സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രി വരെ ആയിത്തീരാൻ കഴിഞ്ഞത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ സാഹചര്യം കൊണ്ട് തന്നെയാണ്. ആ VS അച്യുതാനന്ദൻ്റെ അത് പാടില്ല എന്ന് പറയാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്ന കാലത്ത്, അല്ലെങ്കിൽ പാർട്ടിയിൽ അദ്ദേഹത്തിന് അത് പറയാൻ വോയിസ് ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം അത് പറഞ്ഞു, ഇത് തടഞ്ഞു നിർത്തുകയും ചെയ്തു. പക്ഷേ പിന്നീട് അങ്ങനെ പറയാൻ ഒരാളും ആ പാർട്ടിയിലോ മറ്റു പാർട്ടികളിലോ ഉണ്ടാകാതെ പോയി. ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ എല്ലാ കാലത്തുകൂടെ പ്രതിപക്ഷത്തിൻ്റെ ഇക്കാര്യത്തിൽ നിലപാട് പോലും ഉറപ്പുള്ളതായിരുന്നില്ല. അതിനൊരു കാരണം ഞാൻ ചിന്തിക്കുന്നത് UDFൻ്റെ ഭാഗമായിരുന്ന, അല്ലെങ്കിൽ കോൺഗ്രസുമായും ഒക്കെ സാമാന്യം നല്ല ബന്ധം പുലർത്തിയിരുന്ന കേരള കോൺഗ്രസ് വിഭാഗത്തിൽ പെട്ടുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം. അപ്പോൾ അതുകൊണ്ടും ആ തരത്തിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് പലപ്പോഴും ഈ കേസ് വിധേയമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തു തന്നെയായാലും മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം കൂടെ പരിഗണിക്കണം. നമ്മളൊക്കെ ഈ ലഹരിക്കെതിരെ വലിയ കാര്യമായി ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. സർക്കാരൊക്കെ ആണെങ്കിൽ അതിന് വലിയ ലഹരി വിരുദ്ധ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി സർക്കാരുമൊക്കെ അതിനെക്കുറിച്ച് വലിയ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബോധവൽക്കരണത്തിന് വേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അതിന് ബോധവൽക്കരണത്തിന് വേണ്ടി തന്നെ ഒരു വിഭാഗം പോലും പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യക്ഷമതയെക്കുറിച്ചൊന്നും നമ്മൾ ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു ലഹരി കേസിൽ പ്രതിയായിരുന്ന ഒരു വിദേശിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ശ്രമം നടത്തി കേസിൽ പ്രതിയായ ഒരാൾ ഈ ഒരു ഇടതുപക്ഷ സർക്കാരിൽ
സർക്കാരിൽ മന്ത്രിയായിരുന്നത് എന്നുള്ളത് കൂടി ആലോചിക്കണം. രാഷ്ട്രീയത്തിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും കൂടി ആണ് പറഞ്ഞത്. തീർച്ചയായും ഈ വിഷയത്തിൽ ഇത്ര കർശനമായ നിലപാടെടുക്കും നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമ്പോഴും വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുണ്ടോ, ഭീഷണികളോ മറ്റോ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? വ്യക്തിപരമായ ഭീഷണിയൊന്നുമല്ല. അതിൽ പറയുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെ രാഷ്ട്രീയക്കാരും മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി വശത്താക്കാമെന്നോ അല്ലെ വരുതിയിൽ നിർത്താമെന്നോ കരുതുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഒരു കാലത്ത് തോന്നിയിട്ടില്ല. ഞാൻ വേറെയും പല വാർത്തകളും ചെയ്യുമ്പോഴൊന്നും എനിക്ക് കാലത്തൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയൊന്നും നിയന്ത്രണമില്ലാതെയും നമ്മുടെ മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും ഇക്കാര്യത്തിൽ അവരുടെ വരുതിയിലായി പോകുന്നു എന്നുള്ള അവർക്ക് വശംവദരാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ജോലി ചെയ്യുന്ന മാധ്യമ സ്ഥാപനത്തിലാണെങ്കിലും ഇത് കൊടുക്കാൻ കഴിയില്ല എന്ന് അവർ നിലപാടെടുക്കുന്നത് ആന്റണി രാജു വിളിച്ചു പറഞ്ഞിട്ട് കാല് പിടിച്ചിട്ടൊന്നും അല്ല, സർക്കാരിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് അങ്ങനെ നിലപാടെടുക്കുന്നതാണ്. അത് മാത്രവുമല്ല, ഇപ്പോൾ പലരും പറയുന്നില്ല ഇത്ര വർഷം മുമ്പ് നടന്നൊരു സംഭവമില്ലേ, എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് അന്ന് ആ സ്ഥാപനത്തിൽ എന്നോടുണ്ടായത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ ഘട്ടത്തിൽ നമ്മൾ ഉറപ്പിച്ചു പറയേണ്ട ഒരു കാര്യം, ഏത് കാലത്തായാലും ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കാലത്തായാലും അതിന് കണക്ക് പറഞ്ഞേ തീരൂ. അതായത് റൂൾ ഓഫ് ലോ, നിയമവാഴ്ച ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം അടിവരയിട്ടുറപ്പിക്കുന്ന വിധിയാണിത്. വ്യക്തിപരമായി എനിക്ക് അന്ന് അതിൻ്റെ പേരിൽ ആ സ്ഥാപനത്തിൽ ജോലി രാജിവെച്ച് ഇറങ്ങേണ്ടി വന്നു എന്നൊക്കെയുള്ള നഷ്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഇത് ഞാൻ കൊണ്ടുവന്നൊരു വാർത്തയുടെ വിജയമായിട്ട് വേണേൽ കാണാം. പക്ഷേ ഞാൻ അതിനേക്കാൾ കൂടുതൽ ഇതൊരു നിയമവാഴ്ച ഉറപ്പാണ്. നിയമവാഴ്ചയിൽ സാധാരണക്കാരൻ്റെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഏത് മാധ്യമങ്ങൾ ഇത് ഒരു വാർത്തയെ മുക്കാൻ തീരുമാനിച്ചാലും തമസ്കരിക്കാൻ തീരുമാനിച്ചാലും അതൊന്നും വിലപ്പോവില്ല. വേണമെങ്കിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ, തല ഉയർത്തി പിടിച്ചു നിൽക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അതിനുള്ള നമുക്ക് ബോധ്യമുണ്ടാകും, വിഷയത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. അങ്ങനെയുണ്ടെങ്കിൽ ഇത് എവിടെ വരെയും എത്തിക്കാൻ കഴിയുമെന്നുള്ളത് എനിക്കെൻ്റെ ചെറിയ ശ്രമങ്ങൾ കൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. കാരണം ഞാനീ പറഞ്ഞ ഒരു ചാനലിലും പത്രത്തിലും അല്ല, സോഷ്യൽ മീഡിയ, എൻ്റെ ഫേസ്ബുക്ക്, എനിക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് ഞാനന്ന് ഈ സ്ഥാപനം വാർത്ത കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്യുന്നത്. അന്നുണ്ടായ പ്രതിസന്ധി ഒരു യഥാർത്ഥ പ്രതിസന്ധി തന്നെയാണ്. കാരണം ഞാൻ ഈ രേഖകൾക്കായി മറ്റും ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും ആ സമയം കുറേ മാസങ്ങൾ നടന്നാണ് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഹൈ പ്രൊഫൈൽ പ്രതികൾ ഉൾപ്പെട്ട കേസിലെ രേഖകൾ കയ്യിൽ വന്നിട്ട് പബ്ലിഷ് ചെയ്യായിരുന്ന എന്താണ് സംഭവിക്കുക? എന്തോ സെറ്റിൽമെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയ അയാൾ എന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് വാർത്ത, എനിക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ ഒരു 2022 ജൂലൈ 17 പുലർച്ചെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അന്ന് ആദ്യം എന്നെ വിളിച്ചത് മീഡിയ വണ്ണിൽ നിന്നാണ് വിളിച്ചത്. രാവിലെ 5:30 എന്നെ വിളിച്ചു. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറയുന്നത് മഹേഷ് പോലൂർ അന്ന് വിളിച്ച്, ചേട്ടാ ഇതൊരു വലിയ വാർത്ത എന്താണ് ഫേസ്ബുക്കിലിട്ടത് എന്ന് ചോദിച്ചാണ്. അപ്പോൾ ഞാനതിന് ഇവിടെ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ പിന്നീട് അങ്ങനെ നിങ്ങളടക്കമുള്ളവർ ഏറ്റെടുത്ത് വാർത്തയപ്പോഴാണ് എന്നോട് വേണ്ടാന്ന് പറഞ്ഞ സ്ഥാപനത്തിനും പിന്നീട് ഇത് എടുക്കുകയും വാർത്തയൊക്കെ ചെയ്യേണ്ടി വന്നു. ഹൈക്കോടതി ഇടപെടലുണ്ടായി ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. തീർച്ചയായും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന എല്ലാ കാലത്തേക്കും ഓർമ്മിച്ചു വെക്കുന്ന ഒരു വിധിയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഇടപെടൽ നടത്തിയ അനിൽ മാനുവൽ പറയുന്നത് എത്രനാൾ മൂടിവെച്ചാലും സത്യം അതിൻ്റെ വെളിച്ചത്തേക്ക് എത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. മീഡിയ 1 ഇടുക്കി.